ടോവിനോയുടെ വീട്ടിൽ സ്പെഷ്യൽ അതിഥി എത്തി. ചിത്രം വൈറലായത് നിമിഷ നേരങ്ങൾ കൊണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again. ടോവിനോ തോമസിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ അതിഥിയായി എത്തി നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. ഇതിന്റെ ചിത്രങ്ങൾ ടൊവിനോ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ അതിഥി എത്തി എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് താരം സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ചിത്രമാണ് താരം പങ്കുവച്ചത്. ചിത്രത്തിൽ ടൊവിനോയോടൊപ്പം മാതാപിതാക്കളും സഹോദരങ്ങളും ഇവരുടെ ഭാര്യമാരും മക്കളും പങ്കുവച്ച ചിത്രങ്ങളിൽ കാണാൻ കഴിയും. ശിവരാത്രിക്കാണ് സുരേഷ് ഗോപി ടൊവിനോയുടെ വീട് സന്ദർശിച്ചത്. ചിയാം വിക്രമിന്റെ ആരാധകർ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ധ്രുവ നക്ഷത്രം. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രം പലതവണ റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും മുടങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാത്തിരിപ്പിന് വിരാമമെന്ന പോലെ ധ്രുവ നക്ഷത്രം പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. തൊഴിലാളി ദിനമായ മെയ് 1 ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കാർത്തിക് സുബരാജ് സൂര്യ കൂട്ടുകെട്ടിലെത്തുന്ന മെട്രോയുമായിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ 2 പടങ്ങളിലൂടെ സൂര്യയും വിക്രമും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? കാത്തിരുന്ന് കാണാം. എമ്പുരാന് മുൻപ് ഒരു വരവ് കൂടി വരും ലൂസിഫർ റിലീസിലൂടെ. മോഹൻലാൽ നായകനാവുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എമ്പുരാൻ മാർച്ച് 27 എല്ലാ തിയേറ്ററുകളിലും നിങ്ങൾക്ക് മുമ്പിൽ എത്തും. അതിന് മുന്നോടിയായി ലൂസിഫർ ഒരു വരവ് കൂടി വരും. എമ്പുരാന്റെ ഓവർസസ് വിതരണാവകാശം നേടിയ ഫാർസ് ഫിലിംസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് റിലീസ് സംബന്ധിച്ച വിവരം ഷെയർ ചെയ്തിരിക്കുന്നത്. മാർച്ച് 20 ലൂസിഫർ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയും. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ ദുബായിൽ മാത്രമാണോ റിലീസ് എന്ന കാര്യം വ്യക്തമല്ല. കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടുകയാണ്. വിദേശത്തും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്തു നിന്നു മാത്രം ചിത്രം 8 കോടിയിലധികം കളക്ട് ചെയ്ത് കഴിഞ്ഞു. അതേസമയം 2025 പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ കളക്ഷനിൽ വിദേശത്ത് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് 2 ചിത്രങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. 1-ാം സ്ഥാനത്തുള്ളത് രേഖാ ചിത്രമാണ്. 2-ാം സ്ഥാനത്ത് മമ്മൂട്ടി നായകനായി വന്ന ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വരുന്നതുവരെ ബൈ ബൈ. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.